ഓണം ഉണ്ണാനായിട്ട് ക്ഷണിച്ചു. നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാക്കില്ല. അന്ന് നമ്മുടെ സഭയിൽ ഉപവാസ പ്രാർത്ഥന അന്ന് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ആ ഓണത്തിന്റെ ദിവസം തന്നെ അത് വെക്കുന്നതിന് പിള്ളേർ വേറെ വഴി കൂടെ പോവുകയും ചെയ്യും. അവിട്ടവൻ ചതയം പൂരിട്ടാതി ഉത്തുട്ടാതി രേവതി ഉപവാസ പ്രാർത്ഥന വല്ല കാര്യമുള്ള കാര്യമാണ്. അന്ന് തന്നെ ഉപവാസ പ്രാർത്ഥന കൊച്ചുങ്ങൾ അന്നേരം അന്ന് തന്നെ പിന്നെ ചിലർ വെക്കുന്നത് അവധിയുള്ള ദിവസങ്ങളായതുകൊണ്ട് എല്ലാവർക്കും കൂടെ കൂടാന്നൊക്കെ പറഞ്ഞ ആര് ഉപവസിക്കാന്. അന്നേരം ഓണത്തിന് വരുമ്പോൾ അനിയത്തെ ക്ഷണിച്ചു. ഉടനെ പിള്ളേരുമായിട്ട് അങ്ങോട്ട് പോയി. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയില്ല. അവിടെ പോയി ഉപ്പേരി പിന്നെ ഉണ്ടല്ലോ ശർക്കര പുരട്ടി, നല്ല ടേസ്റ്റ് ആയിരുന്നു ശർക്കര പുരട്ടി കേട്ടോ. എല്ലാം തിന്ന് കിടക്കുക. മനസ്സിലാകുന്നുണ്ടോ? വേർപാട് പാലിക്കണം. സ്തോത്രം. വേർപാട് പാലിക്കണം. അവർ ആദ്യകാല പൊങ്കാലയ്ക്ക് പോയി ചായന്റെ കൊണ്ട് തന്നെ അതും തിന്നു. സ്തോത്രത്തോട് കൂടി ഭക്ഷിക്കുന്നെങ്കിലും ഒന്നും അങ്ങനെയല്ലേ വാക്യം. മനസ്സിലാകുന്നുണ്ടോ? വേർപാട് പാലിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതാ 28 കെട്ടിനും പോകും, മാമോദീസായ്ക്കും പോകും, ആണ്ടിയാത്തത്തിനും പോകും, അടിയന്തരത്തിനും പോകും, സകല കേസിനകത്തും ബർത്ത്ഡേ ആഘോഷിക്കും, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കും, സപ്തതി ഷഷ്ടി മുഴുവൻ ആഘോഷിക്കും. ചർച്ചിലും വരും, ഈസ്റ്റർ ആഘോഷിക്കും, ക്രിസ്തുമസിന് അന്നൊരു പരസ്യയോഗം, വേറെ ഒരു ദിവസവും പരസ്യയോഗം. ഡിസംബർ 24-ാം തീയതി പാതിരാത്രിക്ക് ഒരു ടെമ്പോയ്ക്കകത്ത് 2 തമ്പേറും. വേറൊരു ദിവസം വേറെ ഈ 365 ദിവസം 364 ദിവസവും പരസ്യവും നടത്താൻ അന്ന് മാത്രം ഒരു ആത്മഭാരം. എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ. വേർപാട് പാലിക്കണം. ഇത് ക്രിസ്തുമസ് കേക്കും തിന്ന് ആരാണ്ട് കൊണ്ട് കൊടുത്തതാ, കാശ് കൊടുത്ത് മേടിച്ചല്ല. അന്നത് കിട്ടിയവൻ പറയണ്ടേ അയ്യോ ഞങ്ങൾ ഇത് ഉപയോഗിക്കുകയല്ല. കേക്ക് ഉപയോഗിക്കും, ഈ ചടങ്ങ് ഞങ്ങൾക്ക് പറയണ്ടേ. അത് മുറിച്ചങ്ങ് കവള് നിറച്ച് തിന്ന് വെച്ചോണ്ടോ. വേർപാടുമില്ല, യാതൊരു പ്രമാണവുമില്ല. ഈശ്വരും ആഘോഷിച്ചു. അപ്പോ താറാവ് കയറി മൂക്ക് മുട്ട തിന്നു. വേർപാടില്ല. അപ്പൊ ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം അവര് വേർപാട് പാലിക്കുന്നവരാണ്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ലെന്ന. ദൈവമക്കൾ എല്ലാ ഇടങ്ങളിൽ എവിടെ പോയാലും വേർപാടുണ്ടായി. അതിന് ഉദാഹരണമായി യോസേപ്പ് ചേട്ടന്മാരും എല്ലാം കൂടെ അടുക്ക വന്നപ്പോ യോസേപ്പ് പറഞ്ഞു നമ്മൾ നാളെ ഫറവോനെ കാണാൻ പോവാ. അപ്പം ഫറവോൻ ലോകിയൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കും തൊഴിൽ എന്നാന്ന് ചോദിക്കും. തൊഴിൽ എന്നാലും നിങ്ങൾ സത്യം അങ്ങ് പറയണം, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരും എല്ലാം ബാല്യം മുതൽ ഗോപാലകന്മാരാ, കന്നുകാലികളെ മേയിക്കുന്നതാ ഞങ്ങളുടെ തൊഴിൽ. ഇത് പറഞ്ഞ അത് യോസേപ്പ് മനഃപൂർവ്വം പറയിപ്പിച്ചതാ. കാരണം ഇടയന്മാര് മിസ്രൈമർക്ക് വെറുപ്പാണ്. അവരുമായിട്ട് ഒന്നിച്ച് ഭക്ഷണം പോലും കഴിക്കത്തില്ല. അപ്പൊ അത് യോസേപ്പിന് അറിയാം ഇവിടുത്തെ രീതി. അപ്പൊ ഇടയന്മാരാന്ന് പറയുമ്പോ പിന്നെ മിസ്രൈമര് ഇവരുമായിട്ട് വലിയ സമ്പർക്കത്തിന് പോകുക. അപ്പൊ ഇവര് സ്പെഷ്യൽ കേസായിട്ട് അവിടെ നിന്നോളും. ഇത് പറയാതിരുന്നാൽ അവരിവരും കൂടെ ഇടപെട്ട് അതേതാ ഇതേതാന്ന് പിന്നെ കുറെ നാൾ കഴിഞ്ഞാൽ അറിയത്തില്ല. ഒരു 50 കൊല്ലം ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ ഏതാ മിസ്രൈം ഏതാന്ന് അറിയാതിരിക്കും. ഇപ്പൊ അങ്ങനല്ലേ പെന്തിക്കോസ് ഏതാ സമുദായം ഏതാ ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. സഭയെ വന്നില്ല അയ്യോ പെന്തിക്കോസിലായിരുന്നല്ലേ, പിന്നെ നമ്മളെ ടൗണിൽ വെച്ച് കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. ഓ അത് തിയേറ്ററിൽ പോയപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ആൾക്കാർക്കും ഇപ്പൊ അതാ ഇഷ്ടം, ആരും അറിയാതെ പമ്മി നടക്കണമെന്നാണ്. വേർപാട് പാലിക്കണം. ഒരു ദൈവ പൈതൽ എവിടെ പാർത്താലും വേർപാട് പാലിക്കണം. സ്തോത്രം. എല്ലാ വിഷയത്തിലും വേർപാട് വേണം. വസ്ത്രധാരണത്തിൽ വേർപാട് വേണം.
നമ്മുടെ വസ്ത്രധാരണം കാണുമ്പോ അറിയാം ഇത് ബന്ധിക്കോസാണ്. അറിയണം. പഞ്ചാബികളെ എവിടെ വെച്ച് കണ്ടാലും പിടികിട്ടും. എങ്ങനെ അറിയാം? ആടാ, പഞ്ചാബി സഹോദരന്മാര് കേരളത്തിൽ വന്നാലും അറിയാം അത് പഞ്ചാബിയാണ്. പഞ്ചാബിയാണെന്ന് പറഞ്ഞ് നടക്കുകയാണോ? ആണോ? അല്ലല്ല, ഒറ്റ നോട്ടത്തിൽ പിടികിട്ടെ പഞ്ചാബിയാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ പാലിക്കുന്ന മുസ്ലിം സ്ത്രീകളെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. നമ്മളിപ്പോ തർക്കത്തിനും മാനത്തിനുമല്ല, ഞാനതിന് ഉദാഹരണം പറയാം. ഞാന് ദൈവകൃപയിൽ ശരണപ്പെട്ട് പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ വിമാനത്തിലൊക്കെ കയറുമ്പോ അവരെ കണ്ടാൽ അറിയാം. വിമാനത്തിൽ ഇരുന്നാലും അമേരിക്കക്കൊക്കെ പോകുമ്പം മുസ്ലിം സ്ത്രീകൾ വിമാനത്തിലുണ്ട്, അവരെ അറിയാം. എങ്ങനെ അറിയാം? പറ. നമ്മുടെ സഹോദരിമാരെ കണ്ട എയർപോർട്ടിൽ വെച്ച് ഒരു പാൻറ്റും വലിച്ചു കെട്ടി ഒരു മിടി ഇട്ടേച്ച് ഒരു ബനിയൻ ഇട്ടോണ്ട് തളയല്ല. മനസ്സിലാകുന്നില്ല. അവരെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. ലണ്ടൻ പട്ടണത്തിൽ ചെന്നപ്പോഴും അവരെ കണ്ടപ്പോ അറിയാം. ഞാൻ ഉദാഹരണമായി പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. ഒരു ദൈവ പൈതലിനെ എവിടെ വെച്ച് കണ്ടാലും ഈ മുസ്ലിം സ്നേഹിതന്മാര് അല്ലെ പള്ളിയിലെ ചുമതല വഹിക്കുന്നവരെ എവിടെ വെച്ച് കണ്ടാലും മനസ്സിലായില്ലേ? ആ തലയെക്കെട്ടും ആ വസ്ത്രധാരണവും എന്നാലും നമ്മൾ മനസ്സിലാക്കിയത് ഉസ്താദാണ്. അതാ ഉസ്താദിനെ എവിടെ വെച്ച് കണ്ടാലും നമ്മുടെ ഉസ്താദന്മാരെയോ, നമ്മുടെ എല്ലാം ഉസ്താദന്മാരാ. ചുമ്മാ നടക്കുന്നതിന് ഒറ്റ രാത്രി കൊണ്ട് ഉസ്താദാകുക. ഉറങ്ങാൻ കിടന്നപ്പോ ഒരു കുഴപ്പമില്ല, നേരം വെളുത്തപ്പോ എവിടുത്തെ ഭാഷ പുള്ളി ഭാഷ എവിടുത്തെ ഭാഷ അതൊന്നും ചോദിക്കേണ്ട. ഭാഷ ഏത് ഭാഷ? തന്നെ തന്നെ അങ്ങ് ഭാഷ ആകുക. ഈ എല്ലാരും കയറി പാസ്റ്റർ എന്ന് വിളിക്കരുത്. നീച്ച പഠിച്ചതെല്ലാം പാസ്റ്റർമാരല്ല. അങ്ങനെയാണ് നമ്മൾ കേക്കർനാഗറിനെ മാറ്റിപ്പോയി എല്ലാം പാസ്റ്റർ എന്ന് വിളിക്കണമായിരുന്നു. മീശ പഠിച്ചവരില്ലായിരുന്നു. വെള്ളവസ്ത്രം ധരിച്ചത് കൊണ്ട് പാസ്റ്റർ ആകുകയല്ല. ഒരാൾ വെള്ള ഷർട്ട് ഇടണോ? മീശയില്ല, വെള്ള ഷർട്ട്. പക്ഷെ അവൻ ഇതെന്നാന്ന് പോലും അറിയാൻ മേല. പക്ഷെ ദൈവമക്കളോടാ പറയുന്നത്, കേൾക്കുന്നവരോടെല്ലാം പറയുക. ചുമ്മാ കയറി പാസ്റ്റർ എന്ന് വിളിക്കരുത്. ചോദിക്കണം, ചേട്ടാ എന്തോ ചെയ്യാ? അന്നേരം ചിലപ്പം പറയാം ഞാന് പാസ്റ്ററാന്ന് ചെല്ല് പറയും. ഏത് സഭയാ? ഉപദേശ ഐക്യമുള്ള സഭയാണോ എന്ന് പറഞ്ഞാൽ രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാവ്, വേർപാട്, വിശുദ്ധ ജീവിതം, തിരുമേശ, അപ്പോസ്തലികത അത് വിശ്വസിക്കുന്ന ആളാണോ? അപ്പം പറയാം അതെ. ആട്ടെ, അങ്ങനെ വിശ്വസിക്കുന്ന ഏത് കൂട്ടായ്മയിലാണ് നിൽക്കുന്നത്? ഞാൻ ഇന്ന കൂട്ടായ്മയില്. ആട്ടെ, എവിടെയെങ്കിലും വേറെ പുസ്തകം പഠിച്ചതാണോ? അല്ലെങ്കിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചതാണോ? അല്ലെങ്കിൽ സീനിയർ പാസ്റ്ററുടെ കൂടെ ഒരു 4-5 കൊല്ലം കണ്ടും കേട്ടും ഒക്കെ പഠിച്ചതാണോ? പഠിച്ചതാ. ഏത് പാസ്റ്ററുടെ കൂടാ? അപ്പം പറയാം അവൻ ഇന്നയാള്. ആട്ടെ, ഇപ്പൊ എത്ര വർഷമായി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട്? ഞാനിപ്പോ 15 കൊല്ലമായി. ആട്ടെ പാസ്റ്ററെ, മുമ്പ് ചേട്ടാന്ന് വിളിച്ചതിൽ ക്ഷമിക്കണം പാസ്റ്ററെ. മനസ്സിലാകുന്നുണ്ടോ? ചുമ്മാ ഇങ്ങനെ പാസ്റ്ററെ ഉണേ അവന് സ്തോത്രം. ഇവന് പുസ്തകക്രമം പോലും അറിയാൻ മേല ഭാഷ. ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരിക. ചുമ്മാ കയറി എല്ലാവരും കൊച്ചുങ്ങളെല്ലാം കയറി പാസ്റ്റർ എന്ന് വിളിക്കരുത്. അല്ല, കൊച്ചു പാസ്റ്റർ, അങ്ങനെ ഒരു പാസ്റ്റർ ഉണ്ടോ വേദോത്തത്തിൽ? കൊച്ചു പാസ്റ്റർ മറ്റേ അത് വലിയ പാസ്റ്റർ. വലിയ മൂപ്പനും കൊച്ചു മൂപ്പനും ഇല്ല, കൂട്ടുമൂപ്പൻ എന്നാ എഴുതിയേക്കുന്നത്. വലിയ മൂപ്പനും കൂട്ടുമൂപ്പൻ. അതുകൊണ്ട് എല്ലാരും കയറി പാസ്റ്റർ എന്ന് വിളിക്കരുത്. പിന്നെ ഞങ്ങളുടെ റാന്നിയിലെ കുഞ്ഞുമരച്ചാൻ ഒരാൾ വിളിച്ചു തോസൂട്ടിയെ. അവിടെ പുള്ളി പറഞ്ഞു, അച്ഛാ ഞാൻ പാസ്റ്ററാണ്. ചോദിച്ചാൽ നല്ല പൊള്ളിച്ച് പറഞ്ഞു, എടാ ഞാൻ നിന്നെ പാസ്റ്റർ എന്ന് വിളിച്ചാൽ ഞാൻ പിന്നെ പാസ്റ്റർമാരെ എന്നാ വിളിക്കും?
ഞാൻ നിന്നെ പാസ്റ്റർ എന്ന് വിളിച്ചാൽ ഞാൻ പിന്നെ പാസ്റ്റർമാരെ എന്നൊക്കെ മനസ്സിലായി കാണും. സ്തോത്രം. ആട്ടെ, ദൈവമക്കൾ ശക്തമായ വേർപാട് പാലിക്കണം. വേർപാട് പാലിക്കും. ഇപ്പം പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സഭയിൽ ഒരു കൊല്ലം ഒന്നും നിൽക്കണ്ട. 2 പാട്ടും പാടി 3 മറുഭാഷയും പറഞ്ഞ ഓർഗൻ വായിക്കുന്ന ട്യൂണിൽ ഒരു മറുഭാഷ, ആ ട്യൂണ് വരികയല്ലേ. നമുക്കത് കേൾക്കുമ്പോൾ അറിയാം ഇത് ആത്മാവിലൊന്നുമല്ല, ഇവൻ ഇതിന് ട്യൂണിൽ അങ്ങ് മനസ്സിലാകുന്നില്ലല്ലേ? മനസ്സിലാകാഴിയൊന്നുമില്ല, നിങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ എന്നോട് കയറി കൊമ്പ് കൊടുക്കാത്തതാണെന്ന് എനിക്കറിയാം. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം. ദൈവമക്കൾ ശക്തമായ വേർപാട് പാലിക്കണം. അപ്പൊ യോസേഫ് പറഞ്ഞു, ഈ കന്നുകാലികളെ മേയ്ക്കുന്നതെന്ന് പറഞ്ഞേക്കണം. ഇടയന്മാരാന്ന് പറഞ്ഞു. ഇടയന്മാര് വെറുപ്പാ അത് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇവിടെ തങ്ങണ്ട, ഗോശൻ ദേശം എടുത്തോളാൻ സെപ്പറേറ്റ് ആക്കി. അതുകൊണ്ടാണ് ഈ ബാധ വന്നപ്പോ അവിടെ ഏറ്റത് ഇവിടെ ഏക്കാഞ്ഞതും. അങ്ങനെ നിന്നത് കൊണ്ടാണ് ഒറ്റയടിക്കല്ലേ പോന്നത് എന്ന് പറഞ്ഞ് ഇതിനിടെ കഴിഞ്ഞ് തപ്പി നടക്കുമൊന്നും വേണ്ട, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. അപ്പോൾ ആബിഗേലും യാക്കോബിന് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം വേർപാട് പാലിക്കണം. നീ ഏത് ദേശത്തും ഏത് രാജ്യത്തും ഏത് സ്ഥലത്ത് പാർത്താലും വേർപാട് പാലിക്കണം. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന അപ്പുറത്തെ വീട്ടിൽ അവര് നമുക്ക് നേർച്ച സാധനം കൊണ്ട് തന്നു. അവര് സ്നേഹത്തിലായിരിക്കും തരുന്നത്, അവർക്കിത് അറിയത്തില്ല. അവരുടെ വീട്ടിലൊരു ചടങ്ങുണ്ടായി, അല്ലെ അവരുടെ അപ്പം മരിച്ചതിന്റെ ഓർമ്മ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി അവര് നമ്മൾ കൊണ്ട് സ്നേഹത്തിൽ തരുന്നതാ, അവർക്കിത് അറിയത്തില്ല. അന്നേരം അവർ കൊണ്ട് തരുമ്പം ഉടക്കുണ്ടാക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യരുത്, മേടിച്ച് തിന്നുകയും ചെയ്യരുത്. അവരോട് വളരെ സൗമ്യമായി വളരെ ശാന്തമായിട്ട് പറയണം. ഉദാഹരണം, അയ്യോ കമലമ്മ ചേച്ചി, ഞങ്ങൾക്ക് ഇത് കഴിക്കാനൊക്കത്തില്ല. അവർക്ക് സമയവും കേൾക്കാൻ താല്പര്യമുണ്ട്, വേദപുസ്തകവും കൂടെ എടുത്തൊന്ന് വായിച്ച് കേൾപ്പിക്കണം. സ്തോത്രം. വാക്യം അറിയാൻ മേലെ ഞാൻ പറഞ്ഞു തരാം, യോഗം കഴിഞ്ഞു. അത് സ്നേഹത്തിൽ പറയണം, സൗമ്യമായിട്ട് പറയണം, വളരെ ശാന്തമായിട്ട് പറയണം. അങ്ങനെ ആ പുസ്തകത്തിലെ പ്രമാണം, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അപ്പൊ അവരോട് പറയണ, കമലമ്മൻ ചോദിച്ചു, ഞങ്ങള് നേരത്തെയൊക്കെ കഴിക്കുമായിരുന്നു, ഇപ്പൊ ഞങ്ങള് രക്ഷിക്കപ്പെട്ടു, അപ്പൊ നമുക്ക് വേണ സുവിശേഷം പറയാനൊരു മുഖാന്തരമാണ്. അപ്പൊ ചോദിച്ചു, അവര് ചോദിക്കും രക്ഷിക്കപ്പെട്ടു, അത് പറയാം. അപ്പൊ സാക്ഷി വന്ന് പറയണം, ചുരുക്കത്തിൽ ഞാൻ രോഗിയായിട്ട് ഉള്ള മെഡിക്കൽ കോളേജ് മുഴുവൻ കയറി അങ്ങേയറ്റം പറ്റിയതാ, പ്രാർത്ഥിച്ച് യേശു സൗഖ്യം തന്നതാ. അത്രയും പറഞ്ഞാൽ മതി. അല്ലേ, എന്റെ ഭർത്താവ് മുഴുവൻ മദ്യപാനിയായിരുന്നു, വീട്ടിൽ ഒരു സമാധാനവും ഇല്ലായിരുന്നു. ഒടുവിൽ അദ്ദേഹം സുവിശേഷം കേട്ട് യേശുവിനെ അറിഞ്ഞു, നല്ല സ്വഭാവമായി, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമായി. ഇത് അവരോട് അത് പറയാനും ഒരു മുഖാന്തരമായി. അപ്പൊ അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നും കഴിക്കാനൊക്കത്തില്ല, അതുകൊണ്ട് കൊണ്ടുവന്നതിൽ സന്തോഷം, ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ, പ്രാർത്ഥിക്കാം, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയണേ, പ്രാർത്ഥിക്കാം, ദൈവത്തിന് മകത്ത് പിന്നീട് ഇരിക്കാം, നമുക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയാം എന്ന് സൗമ്യമായിട്ട് പറയണം. അപ്പൊ അങ്ങനെ അന്ന് പറഞ്ഞാൽ പിന്നീടൊരു അവസരം അവർ പിന്നെയും കൊണ്ടുവരത്തുമില്ല, പിണങ്ങുകയും വേണ്ട. അപ്പൊ അവരെ തുറക്കുമ്പോൾ നമുക്ക് അപ്പുറത്ത് അവരതൊന്നും കഴിക്കുകയില്ല, അവര് പെന്തിക്കോസുകാരാണ്. ഇവിടെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചടങ്ങൊന്നുമില്ലല്ലോ, എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് അവർക്കും കൊടുക്കണം, അവര് കഴിക്കും. കാരണം ഇത് ചടങ്ങല്ലല്ലോ. അവിടെ പ്രായമുള്ള അമ്മയോ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കണം. വീട്ടിലുണ്ടാക്കുന്നത് അവരുടെ കിണറ്റിൽ വെള്ളമില്ല, നമ്മുടെ കിണറ്റിൽ വെള്ളമുണ്ട്, വന്ന് കോരിക്കൊണ്ട് പൊക്കോളാൻ പറയണം. ഇല്ലെങ്കിൽ ആ മോട്ടർ അടിക്കുന്ന അന്ന് പൈപ്പ് അങ്ങോട്ട് ടച്ച് അവരുടെ മതിലിന്റെ അവിടെ ഇട്ടിട്ട് കൊണ്ട് ആവശ്യത്തിന് എടുക്കാൻ പറയണം. ഇതിനകത്ത് വെള്ളം ഉണ്ടല്ലോ. അന്നേരം അവർക്ക് പിണക്കോ? നമ്മുടെ മുറ്റത്തിന് നല്ല പൂവൻ കൊല വെട്ടി അത് പഴുക്കുമ്പോൾ ഒരു പട പഴം അവർക്കും കൊടുത്തേക്കണം. എന്നാ അല്ല, മുഴുവൻ തിന്നരുത്, ചീഞ്ഞതും കൂടെ അങ്ങ് തിന്നുക.
ഒരു പടലേ അവർക്കും കൊടുത്തേക്കണം. നമ്മുടെ പ്ലാവേ ചക്കയുണ്ട്, വിളഞ്ഞ ചക്ക 3-4 ഇടുമ്പോൾ ഒരു ചക്ക അവർക്ക് കൊടുത്തേക്കണം. മനസ്സിലാകുന്നുണ്ടോ ഇത് വല്ലോ? സ്തോത്രം. നമ്മൾ ടൗണിലോട്ട് പോകുക, അവർക്ക് വണ്ടിയില്ല, ചോദിക്കണം ഞങ്ങൾ ടൗണിൽ പോവുക, സാധനം വല്ലതും മേടിക്കാൻ ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങൾ പോയിട്ട് വരുമ്പോ സന്തോഷമല്ലേ? അല്ല അവർ ഇപ്പൊ ഒന്നും വേണ്ട, എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് വരാം. ഇതൊക്കെ ഗുണം ചെയ്യണ്ടേ? അല്ല നീ സന്ധ്യ ആകുമ്പോ തമ്പേറ് തല്ലി പൊട്ടിച്ചോട്ട് മാത്രം ഇരുന്ന അവൻ അപ്പുറം ഇഷ്ടിയൊക്കെ എറിഞ്ഞ് നിന്റെ ഉച്ചകളെ ഗുണം ചെയ്യാതെ. ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇതിന്റെ നടുവിൽ വേർപാട് പാലിക്കണം. അവർക്ക് മനസ്സിലാകണം നീ ദൈവ പൈതലാണെന്ന്. സ്തോത്രം, സ്തോത്രം. യുവജനോത്സവത്തിന് ടീച്ചേഴ്സും മിസ്സും പ്രിൻസിപ്പലും എല്ലാം കൂടെ പറഞ്ഞു, പേരന സ്കറിയ, പിള്ളേരുണ്ടോ? എത്ര പിള്ളേര്? മോനോ മോളോ? 2 ആൺപിള്ളേര്. എന്തോ പ്രായമായി? 9, 7. നമുക്ക് എത്ര പിള്ളേരുണ്ട്? എന്തോ പ്രായമുണ്ട്? മോനോ മോളോ? മൂത്തോ മോളോ? എന്തോ പ്രായമുണ്ട്? 8 വയസ്സ്. അപ്പൊ നമ്മളെ പെടുകൂടാ. പേരെങ്ങനെ? പ്രദീപ്. 9 വയസ്സ് മോക്ക്, 8 വയസ്സ്. അപ്പൊ സ്കൂൾ യുവജനോത്സവം മിസ്സും പ്രിൻസിപ്പലും എല്ലാം കൂടെ പറഞ്ഞു, മോടെ പേരെന്നെ? മെറിൽ സാറാ. മെറിൻ സാറായ യുവജനോത്സവം നടക്കുക. അവളെ നമുക്ക് കുച്ചിപ്പിടി പഠിപ്പിച്ച് അരങ്ങേറ്റം വിടുവോ? അതാ വിളിച്ചായിരുന്നു. എത്ര കൃത്യമായിട്ട് ഞാൻ പറഞ്ഞേ. വിട്ടില്ലല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആ പുള്ളി പറ്റുകയല്ലെന്ന് പറഞ്ഞു. അത് അങ്ങനെ പറയണം. അല്ല മിസ്സേ ഞാനൊന്ന് നോക്കട്ടെ, ഞങ്ങള് കുടുംബമായിട്ടിരുന്നൊന്ന് കുടുംബമായിട്ട് ആലോചിക്കും. അവള് പറയും എനിക്ക് പോകണം, പോയില്ല, എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ അവളെ നീ കുച്ചിപ്പിടിക്ക് വിട്ടാൽ 18 വയസ്സായുമ്പം അവള് കുച്ചിപ്പിടി കാണിച്ച് നിന്റെ ഉച്ചി പിടിക്കും. മനസ്സിലായോ? വേർപാട് പാലിക്കണം. അപ്പൊ മിസ് ചോദിച്ചു, അതിനാ നിങ്ങൾ അങ്ങനെ അവർക്ക് നല്ല കഴിവാ. അവിടെ കഴിവ് ദൈവനാമത്തിന് വേണ്ടിയാ. പെന്തിക്കോസുകാരാണ് പറഞ്ഞു. അങ്ങനെ വേണം. എഴുന്നേറ്റ് എല്ലാരും ഒന്ന് കാണട്ടെ. കണ്ടുപഠിക്കും. ഇത് മോളെ ഡാൻസിനും വിട്ട് കുച്ചിപ്പിടിക്കും, ഭരതനാട്യവും, ഒപ്പനയ്ക്ക്. മോളെ ഒപ്പന നല്ല ഒപ്പനയാ കേട്ടോ. അതൊക്കെ പോകുന്നവര് പോകും. പെന്തിക്കോസുകാരുടെ കാര്യമായി പറഞ്ഞു. ഈ കുഞ്ഞുങ്ങളെ വേർപാട് പാലിച്ച് വളർത്തണം. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉദാഹരണമായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. ദൈവമൈതല കുഞ്ഞുങ്ങൾക്ക് കൊച്ചു പിള്ളേരോട് പറയണം, മോളെ നമുക്ക് എല്ലാ വസ്ത്രം, അമ്മമാര് പറയണം നമുക്ക് എല്ലാ വസ്ത്രവും ധരിക്കാൻ ഒക്കത്തില്ല. നമ്മൾ പെന്തിക്കോസുകാരാ, സഭയിൽ പോകുന്നവരാ, നമ്മൾ വേർപെട്ട ദൈവമക്കളാ. അപ്പുറത്തെ കാര്യം ഇപ്പുറത്തെ കാര്യം കാണിക്കുന്നൊന്നും നമ്മൾ അത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അമ്മമാര് അമ്മ ഇപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെല്ലാണ്ട് തലയിൽ തുണി ഇട്ടുകൊണ്ട് വന്നു. അങ്ങനെ വേണം. കൊച്ചു പെൺപിള്ളേരെ അത് ശീലിപ്പിക്കണം. ഇപ്പൊ ബോധമില്ലാത്ത കുറെ അവളുമാർ ഇറങ്ങിയിട്ടുണ്ട്. ശുശ്രൂഷ, ബ്രദർ ശുശ്രൂഷിക്കുന്നു, സിസ്റ്റർ തലയിലും തുണിയില്ല. സഹോദരിമാര് മൂടുപട വിടണം. വേദപുസ്തകത്തിലെ പ്രമാണമാണ്. ആ പൊട്ടൻ അപ്പുറം നിൽക്കുക, അവള് തലയിൽ തുണി ഇടണം. ഈ പൊട്ടൻ പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുത്ത അവള് നല്ല തേമ്പും. ബെദറും സിസ്റ്ററും ഇവനെല്ലാം ബെദർ. അതിന് നല്ല മാർഗമുണ്ട്. നൈസിൽ പൗഡർ ഇടണം. ബെദറിന് പണ്ടുണ്ടായിരുന്നു നൈസിൽ ബെദർ. വേർപാട് പാലിക്കണം. പ്രൈസ് ദി ലോർഡ്. ശക്തമായ വേർപാട് പാലിക്കണം. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം നിങ്ങൾ പഠിച്ചാല് ഈ ദാൻ ഗോത്രക്കാർക്ക് അവകാശമൊന്നും കിട്ടിയില്ല, ദാൻ മക്കൾക്ക്. അപ്പം
അവര് പറഞ്ഞു നമുക്കൊരു അവകാശം വേണമല്ലോ. അവർ 5 പേരെ സെലക്ട് ചെയ്തു. 5 പേരെ സെലക്ട് ചെയ്ത് വെച്ച് ഇവര് ലയീഷിലേക്ക് വിട്ടു. അവരതിനടുത്ത് വന്ന് മീഖാവിന്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു തന്നെ കൂലിക്ക് പാസ്റ്ററാക്കി വെച്ചേക്കുക. നിങ്ങൾ പുസ്തകം വായിക്കുന്ന പറഞ്ഞില്ല, കൂലിക്ക്. അവന്റെ വീട്ടിലൊരു ബിംബമൊക്കെ ഉണ്ട്. അപ്പം ഒരു വന്നൊരു ലേവിനാണ് കണ്ടപ്പോൾ പറഞ്ഞു, എന്നാൽ ഞങ്ങളുടെ പാസ്സായിട്ടിരുന്നോളാൻ പറഞ്ഞു. കാശുമെല്ലാം പുള്ളിക്ക് ശമ്പളം. ഞാൻ ആ അധ്യായം എടുത്താൽ പിന്നെ അവിടെ നിന്ന് പറയേണ്ടി വരും. അപ്പൊ പുള്ളി ഇങ്ങനെ അവിടെ പ്രത്യേക ശുശ്രൂഷകളാണ് മീഖാവിന്റെ വീട്ടിൽ. കോട്ടയം മീറ്റിംഗ് മാത്രം നടത്തുന്ന ആളാണ്. അപ്പം ദാൻമക്കള് അവകാശം കിട്ടാൻ വേണ്ടി അന്വേഷണം നടത്തി ഒരു 5 പേരെ സെലക്ട് ചെയ്ത് വിട്ടു. അവര് സൂക്ഷ മീഖാവിന്റെ വീട്ടിൽ. അപ്പൊ അവിടെ നിന്ന് ചോദിച്ചപ്പോ ശബ്ദമെല്ലാം കേട്ടപ്പോ ലേവിന്റെ ശബ്ദം പോലിരിക്കുന്നു. ഇടക്കിടക്ക് സ്തോത്രവും പ്രൈസ് ദി ലോർഡ് ജീസസ് ഹല്ലേലൂയ മനസ്സിലായി പെന്തക്കോസ്തുകാരനാണ്. അത് കഴിഞ്ഞവർ ലയീഷിലേക്ക് ചെന്നു. ലയീഷിലെ ജനങ്ങളെ പറ്റി എഴുതിയിരിക്കുന്നത് അവര് വേർപാട് പാലിക്കുന്ന സെപ്പറേറ്റ് ജനമായിരുന്നു. അവരെല്ലാവരെയും പോലല്ല, സ്പെഷ്യൽ കേസായിരുന്നു അവർ. ഞാൻ ആ ഭാഗമെല്ലാം വിവരിക്കുന്നില്ല. മൊർദെഖായിയെയും എസ്തേറിനെയും യഹൂദ ജനത്തെ പറ്റി ഹാമാനും തേരേശും രാജാക്കന്മാരും ചുമതലപ്പെട്ടവര് പറഞ്ഞൊരു പദമുണ്ട്. ഹാമാനൊക്കെ പറഞ്ഞൊരു പദമുണ്ട്. നിങ്ങൾ ആണ്ട് എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് ഉറക്കെ വായിച്ചേ. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വളരെ പരിചിതമായ വാക്യമാണ്. അതൊന്ന് ഉറക്കെ വായിക്കാമോ? മൈക്കിൽ കൂടെ വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാകും. ഒന്ന് വായിച്ചേ. ഒന്ന് മൈക്കിൽ കൂടെ മൈക്ക്. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് ഹാമാൻ പറയുക അഹശ്വേരോശ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തുള്ള സകല സംസ്ഥാനങ്ങളിലുമുള്ള അങ്ങോട്ട് വേണേ ചിന്തിച്ചോ. ഇതവിടുത്തെ കാര്യമാണ് പറയുന്നത്, ഞാൻ ഇവിടുത്തെ കാര്യം കൂടെയാ. നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള, അല്ലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള, അങ്ങനെ ചിന്തിച്ചു. അല്ലെ തിരുവനന്തപുരം പട്ടണത്തിലെ എല്ലാ പഞ്ചായത്തിലുമുള്ള, അങ്ങനെ ചിന്തിച്ചു. അല്ലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളിലും ഉള്ള, അങ്ങനെ ചിന്തിച്ചു. ഇനി വായിച്ചേ. ജാതികളുടെ ഇടയിൽ, നിന്റെ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി വേറൊരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ വേറൊരു ജാതി, ഒരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. ചിന്നി ഒത്തിരി ഇല്ല. ഇവിടെ ഒരു 10 കുടുംബം, അവിടെ ഒരു 8 കുടുംബം, 8-ാം മാടി ഒരു 10 കുടുംബം, ചിന്നി ചെതറി. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇത് ഒത്തിരി ഒന്നുമില്ല അവിടെ ഇവിടെ. നമ്മളെ പറ്റി അങ്ങനല്ല, ഇവിടെ ഒത്തിരി ഒന്നുമില്ല, വേണ്ട,